പഠിപ്പിച്ച ഭാഗങ്ങളെല്ലാം വരികയും റിവിഷൻ നടത്തുകയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് പറയുക അടുത്ത ഊഴം നിങ്ങളുടെയാണ്. ചില ജൂനിയറുകാർ ഒരുവിധം ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കാം. കേട്ടിട്ടില്ലേ ഡാർക്ക് ഹോഴ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡാർക്ക് ഹോഴ്സ് റാഷ് ബിഹാരി ഘോഷ് അല്ലേ? റാഷ് ബിഹാരി ബോസ് എന്ന് പറഞ്ഞ കളയിൽ റാഷ് ബിഹാരി ഘോഷ് ആണ് ആ സമയത്ത് INCയുടെ പ്രസിഡന്റ്. ചെറി ബ്ലോസം അല്ലേ? കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് ആവശ്യമായ കാറ്റ് ഏതാണ്? ചെറി, വിറ്റികൾച്ചർ മുന്തിരി, ഒലേറി കൾച്ചർ പച്ചക്കറി, വെർമി കൾച്ചർ മണ്ണിര, ചെറി. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നമുക്ക് LGS റിവിഷനുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. കുറേ അധികം പേര് റിക്വസ്റ്റ് ഇട്ടതുകൊണ്ടാണ് LGS പരീക്ഷയ്ക്ക് സാറ് റിവിഷനുമായിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ റിവിഷൻ പാർട്ട് കുറേ ക്ലാസ്സുകൾ ഞാൻ ചെയ്തു തരുമെന്ന് ഉറപ്പ് പറയുകയാണ്. അത്യാവശ്യമായിട്ട് കുറേ അധികം പേർക്ക് പ്രതീക്ഷയുള്ള ഒരു പരീക്ഷയാണ് വരുന്ന LGS പരീക്ഷ എന്ന് പറയുന്നത്. കാരണം പോളിടെക്നിക്കുകാർക്കും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സപ്ലിക്കാർക്കും ഡിഗ്രി ഇല്ലാത്തവർക്കും അല്ലെ കുറേ ഇപ്പം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ നല്ല പ്രയോജനമുള്ള കുറേ നല്ലൊരു പരീക്ഷ നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGS നിങ്ങൾ കണ്ടതാണ്. നല്ല മാർക്ക് 90 മേളിൽ വരെ മാർക്ക് മേടിച്ചതെല്ലാം എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസുകളാണ്. അവർക്ക് റിവിഷനൊക്കെ മാക്സിമം കൊടുത്തതുകൊണ്ട് അവരൊക്കെ ഒത്തിരി മെസ്സേജ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എനിക്ക് തുറന്നു നോക്കുമ്പോൾ തന്നെ സാർ പറയും പഠിപ്പിച്ചതെല്ലാം വന്ന് സാറേ ഒത്തിരി നന്ദി സാറേ എന്നൊക്കെ പറയുമ്പോൾ നമുക്കും അങ്ങ് അത്രയും സന്തോഷം. ആ പഠിപ്പിച്ച ഭാഗങ്ങളെല്ലാം വരികയും റിവിഷൻ നടത്തുകയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് പറയുക അടുത്ത ഊഴം നിങ്ങളുടെയാണ്. ഓരോരുത്തർക്ക് ഓരോ ടൈം പറഞ്ഞിട്ടുണ്ട്. ആ ടൈം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ വരുന്ന പരീക്ഷ നേടിയിരിക്കണം. സ്കൂൾ ടെസ്റ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും നല്ലൊരു ആപ്പും ഫോളോ ചെയ്താൽ മതി. അതായത് എൻട്രിയിലെ ക്ലാസ്സുകൾ തന്നെ ഫോളോ ചെയ്താൽ മതി. ചിലപ്പോൾ അത് ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സിലബസ് അനുസരിച്ച് ഫോളോ ചെയ്താലും മതി. ഉറപ്പായിട്ട് ജോലി കിട്ടുമെന്നേ. പക്ഷേ ശ്രദ്ധിക്കുക, ആ ആത്മാർത്ഥത ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. അല്ലാതെ LGS വലിയ മത്സരമൊന്നും ഇല്ല, കുറച്ചൊക്കെ പഠിച്ചാൽ മതി എന്ന് രീതിയിൽ പഠിക്കുന്നവരുണ്ട്. അതല്ല, നമുക്ക് ഏതൊരു പരീക്ഷയും നമ്മുടെ ഏറ്റവും വലിയൊരു പരീക്ഷയാണെന്ന് ചിന്തിച്ചോണം. അല്ലാതെ LGSൽ ഡിഗ്രി ഇല്ലാത്തവരേ ഉള്ളൂ അതുകൊണ്ട് ലൈറ്റായിട്ട് പഠിച്ച് അങ്ങനെയല്ല. നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ആ ഒരു പരീക്ഷ എനിക്ക് നേടിയിരിക്കണം എന്നൊരു വാശിയോടുകൂടി പോവുക. കാരണം ഇപ്പോഴത്തെ കോമ്പറ്റീഷനിൽ ആരാ പഠിക്കുന്നത് ആരാ പഠിക്കാത്തതെന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. നിങ്ങൾ ചിലപ്പം വർഷങ്ങളായി പഠിക്കുന്നുണ്ട്, എൻ്റെ കുറേയൊക്കെ ഇരിപ്പുണ്ട്, എനിക്കെല്ലാം അറിയാം, ഹാളിൽ ഇരിക്കുമ്പോൾ ഞാനങ്ങ് എഴുതിക്കോളാം, സമയമാകുമ്പോൾ പഠിച്ചാൽ മതി. പക്ഷേ അതിനേക്കാൾ ചില ജൂനിയറുകാർ ഒരുവിധം ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കാം. കേട്ടിട്ടില്ലേ ഡാർക്ക് ഹോഴ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡാർക്ക് ഹോഴ്സ് അജ്ഞാത ജേതാവ്, അവൻ അനങ്ങാതിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഈ കോച്ചിങ് സെൻറ്ററിലൊക്കെ ചെന്നിരുന്നു കഴിഞ്ഞാൽ ചില കുട്ടികൾ സാറുമാർ പറയുന്ന അങ്ങ് ഉച്ചത്തിൽ ഉത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നതാണ്. സാറ് ചോദ്യം പറയുന്നതിന് മുമ്പ് തന്നെ ഉത്തരങ്ങൾ പറയുന്നതാണ്. പക്ഷെ അനങ്ങാതിരിക്കുന്ന ചില ഐറ്റങ്ങളുണ്ട്. നോട്ട് മാത്രം എഴുതി വീട്ടിലേക്ക് പോകുന്നു വരുന്നു. പക്ഷേ റാങ്ക് ലിസ്റ്റ് വരുമ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അവരായിരിക്കും ടോപ്പിലേക്ക് വരുന്നത് ചില കുട്ടികൾ. പക്ഷേ ഈ കറങ്ങി നടന്നും സാറുമാരുടെ കാര്യം പറഞ്ഞു, ഫ്രണ്ട് ഓഫീസിൽ കിടന്നു ഓടി നടന്നും, എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞു, ഉച്ചയ്ക്ക് കമ്പൈൻ സ്റ്റഡി ഇങ്ങനെയൊക്കെ നടക്കുന്ന കുറേ ഓട്ടക്കാരികളുണ്ട്, ഓട്ടക്കാരന്മാരുണ്ട്. പക്ഷെ അവർ കറക്റ്റായിട്ട് ഇങ്ങനെ ഡൗൺ ചെയ്യും. കാരണം എന്താ? അവരുടെ മനസ്സ് വിചാരമുണ്ട് എല്ലാം ഒരുവിധം എനിക്ക് കവർ ചെയ്തിട്ടുണ്ട് എന്ന്, അതുകൊണ്ട് ഞാൻ പഠിച്ചതൊക്കെ വരൂ. അങ്ങനെ ഒരു ആത്മവിശ്വാസം, അങ്ങനെ ഒരു രീതി ആത്മവിശ്വാസം വെക്കണമെങ്കിലും നിങ്ങൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും ഫുൾ ടൈം പഠിച്ചോണം. അല്ലാതെ ദിവസവും നിങ്ങൾ പഠിച്ചോണം. അല്ലാതെ എനിക്കിതെല്ലാം അറിയാം, ഞാൻ സമയമാകുമ്പോൾ പഠിച്ചാൽ മതി, എനിക്കത് വായിച്ചാൽ ഇത് അങ്ങനെയല്ല. നിങ്ങൾക്കൊരു ജോലി ആയിട്ടില്ല, ഒരു ലിസ്റ്റിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര അറിവുണ്ടെങ്കിലും നിങ്ങൾ വിനയാന്വിതനായിരിക്കണം. താഴോട്ട് തന്നെയാണ്. കാരണം നിങ്ങളൊന്നും ആയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും പഠിക്കുക, ടോപ്പിക് റിവിഷൻ നടത്തുക, സ്കൂൾ ടെസ്റ്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, മാത്സുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം, നല്ലൊരു ടോപ്പിക് അനുസരിച്ച് ഫോളോ ചെയ്യണം, നല്ലൊരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ റാങ്ക് ഫയൽ ഫോളോ ചെയ്യണം. കറക്റ്റ്, അല്ലാതെ വാരി വലിച്ച് അവിടുന്ന് കുറച്ച് കിട്ടി ഇവിടുന്ന് കുറച്ച് കിട്ടി അങ്ങനെ പഠിക്കരുത്. കാരണം കറണ്ട് അഫേഴ്സ് ഒക്കെ കൃത്യം മാസ ബേസ് വെച്ച് പഠിക്കണം. മാർച്ചിലത്, ഫെബ്രുവരി, ജനുവരി ഇങ്ങനെ തീർത്തെന്ന് ഉറപ്പ് വരുത്തണം. ബേസിക് കറണ്ട് അഫേഴ്സുകളെല്ലാം പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. അതായത് മന്ത്രിമാരുടെ നോബൽ സമ്മാനം, ജ്ഞാനപീഠം, മലയാളത്തിലെ അവാർഡുകൾ, ഇന്ത്യയിലെ ചെയർമാൻമാർ സ്ഥാനങ്ങൾ, ഇവരെല്ലാം ഇപ്പോഴത്തെ പ്രമേയങ്ങൾ, ഇപ്പോൾ ആരെങ്കിലും ഈ അടുത്ത കാലങ്ങളിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ മരിച്ചവരാരുണ്ടോ അവരുടെ ഡേറ്റുകൾ, പ്രധാനപ്പെട്ട വ്യക്തികൾ, ഇങ്ങനെ കറക്റ്റ് ഓർഡറിൽ ആ ബേസിക് കറണ്ട് അഫേഴ്സും വായിക്കണം. അല്ലാതെ മന്ത്ലി കറണ്ട് അഫേഴ്സിലും മാത്സിലുമാണ് ഏറ്റവും പ്രധാന സയൻസും ഈ LGSകാർക്ക് റാങ്ക് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അന്ന് വെച്ച് മറ്റേത് പഠിക്കേണ്ടെന്നല്ല, മറ്റേത് എല്ലാവരും പഠിക്കും, നിങ്ങളും പഠിക്കണം. പക്ഷേ ഇച്ചിരി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു ദിവസം ഇത്ര നേരം മാറ്റി വെക്കണം. മാത്സിന് ഇത്ര നേരം അങ്ങ് മാറ്റി വെക്ക്. രാത്രി 9 മണി തൊട്ട് 10 മണി വരെ എന്നും ഞാൻ മാത്സ് ചെയ്ത്
ചെയ്ത് പഠിക്കും, അല്ലെങ്കിൽ രാത്രി ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഞാൻ രാവിലെ ഏതെങ്കിലും ഒരു ടൈം കൃത്യം 1 മണിക്കൂർ മാത്സിന് റിവിഷൻ നടത്തുക. കാരണം മാത്സ് ഇപ്പോൾ എന്താണെന്നൊന്നും അറിയത്തില്ല. 10 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്കേ ഉള്ളൂ നിങ്ങൾക്ക്, ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് മാത്സ് അറിയാം എന്ന രീതിയെ കണ്ട മാക്സിമം കവർ ചെയ്യുക, ചെയ്ത് പഠിക്കുക. ഒരു ദിവസം 2 ചോദ്യ പേപ്പറെങ്കിലും എടുത്തിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടുന്ന ബുക്കുകൾ കാണുമല്ലോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. എന്നിട്ട് ഒരു ടോപ്പിക്കും കൂടെ പഠിക്കുക. ശരാശരി, ഭിന്നസംഖ്യ, അംശബന്ധം, ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഭിന്നസംഖ്യ, അംശബന്ധം, കൂട്ടുന്നതും കുറയ്ക്കുന്നതും, ഇങ്ങനെയുള്ള വലിയ ലാഭശതമാനം, നഷ്ടശതമാനം, ഈ ഒരു ക്വസ്റ്റ്യനുകളൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഓരോരുത്തരോടും പറയാനുള്ളത്, പഠിച്ചാൽ ജോലി കിട്ടിയിരിക്കും, ഉറപ്പായിട്ടുള്ള ഒരു പരീക്ഷ നിങ്ങളുടെ മുമ്പിൽ. അപ്പം നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടോ, നിങ്ങൾ ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്യുക. വേറെ ഒന്നും നോക്കണ്ട, എത്രയും പെട്ടെന്ന് സേഫ് സോണിൽ എത്തുക. അടുത്ത പരീക്ഷകൾ ഇത് കഴിഞ്ഞ് LDCക്ക് പഠിക്കണം. LDC ആണ് മുമ്പിൽ വരുന്നത്. LDCക്ക് പൊതുവേ നമ്മൾ കേട്ടിട്ടുണ്ട്, ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്ന LDCക്ക് പഠിക്കുന്നവനായ LGSന് 1ാം റാങ്ക് കിട്ടുന്നതെന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ 1ാം റാങ്കൊക്കെ എൻ്റെ സ്റ്റുഡൻസിനായിരുന്നു അല്ലേ, നമ്മുടെ സ്റ്റുഡൻറ്റിന് തന്നെയാണ്. കൊല്ലം 1ാം റാങ്ക്, ഇടുക്കിയിൽ 1ാം റാങ്ക്, ആലപ്പുഴ, ഇതെല്ലാം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻസുകൾ മെസ്സേജ് ഇടുമ്പോൾ കുറേയധികം പ്രയോജനപ്പെട്ട് സാറേ എന്നൊക്കെ പറഞ്ഞ് വരുന്നത് നമുക്ക് അത്രയും സന്തോഷമാണ്. അതുപോലെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ്, വേണമെന്ന് വെച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല. ഇപ്പോൾ ഉപേക്ഷ വിചാരിച്ച സമയത്ത് കിടന്ന് വെപ്രാളപ്പെടരുത്. ഇപ്പം നല്ലൊരു ടൈമാണ്, ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്യും. നിങ്ങളുടെ മുമ്പിലേക്ക് എന്ത് വന്നാലും, പ്രതിബന്ധങ്ങൾ വന്നാൽ തരണം ചെയ്യുക, ചവിട്ടി മെതിക്കുക. കാരണം ഇപ്പോൾ ആവശ്യകത നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളെ നെഗറ്റീവ് അടിക്കാൻ കുറേ ശക്തികൾ വരും. അത് നിങ്ങൾ ദൈവം പിന്മാറുന്നോ അതോ നിങ്ങൾ മനസ്സ് ചഞ്ചലമാകുന്നോ എന്നറിയാൻ വേണ്ടിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളായിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ്റെ അസുഖങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡിന് അസുഖങ്ങളോ, അല്ലെങ്കിൽ മക്കൾക്ക് അസുഖങ്ങളായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ ലോണും ബാധ്യതകളും, അല്ലെങ്കിൽ ജോലിയുടെ ബുദ്ധിമുട്ട്, ഇതൊക്കെ പ്രൈവറ്റ് ജോലിക്ക് പോകുന്നവർ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൊണ്ടുവരും. പക്ഷെ അതിനെല്ലാം തരണം ചെയ്യുക. മാക്സിമം സമയം കണ്ടെത്തി നിങ്ങൾ പഠിക്കുക. ആ പഠിക്കുന്ന ഒരു കൂട്ടം ആ ഒരു ടൈപ്പിലേക്ക് മാറുമ്പോൾ സ്ഥിരമായിട്ട് അതിലേക്ക് വരുമ്പോൾ എന്ത് പ്രതിബന്ധം വന്നാലും നിങ്ങളുടെ ആവശ്യകത പഠിത്തമാണ് എന്ന് അതിലേക്ക് മാറ്റിയെടുക്കും. അല്ലാതെ അവിടെ വിഷമിച്ചിരുന്നിട്ട് ഞാൻ ഇറങ്ങിത്തിരിച്ചാൽ മൊത്തം എനിക്ക് ഇങ്ങനെയുള്ളൂ, ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചു, ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എല്ലാം ലോണിൻ്റെ ബഹളം, അല്ലെങ്കിൽ വീട് ജപ്തിയാവുന്നു, അല്ലെങ്കിൽ കടങ്ങൾ, അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ അച്ഛന് അസുഖങ്ങൾ, അമ്മയ്ക്ക് അസുഖങ്ങൾ, അല്ലെങ്കിൽ ഹസ്ബൻഡിന് അസുഖങ്ങൾ, അല്ലെങ്കിൽ അമ്മായിപ്പന് അസുഖങ്ങൾ, അപ്പോൾ എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പരീക്ഷ അങ്ങ് പോകും. അതുകൊണ്ട് ആരോടും പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യകത നിങ്ങളുടെ. ഒരു ജോലി കിട്ടുമ്പം ഇതിനേക്കാൾ അപ്പുറം എല്ലാം അങ്ങ് ശരിയാവുന്നേ. കാരണം നിങ്ങൾക്ക് അത് പിന്നീട് മനസ്സിലാവും. ജോലി കിട്ടിക്കഴിയുമ്പോഴേ അതൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് എത്രയോ ആഗ്രഹിച്ചിരിക്കുന്നതല്ലേ, നിങ്ങളുടെ അച്ഛനമ്മമാർ ആഗ്രഹിച്ചിരിക്കുന്ന കുറേ, അല്ലെങ്കിൽ ആരായാലും എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ഒരു ജോലി കിട്ടണം, അവൾ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, എത്ര നാളുകൊണ്ട് പഠിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക് നേടിയെടുത്ത് പോവുക. ഓക്കെ, ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, കഷ്ടപ്പെട്ടാൽ ദൈവം കൂടെ കാണും. ഞാനൊരു ദൈവ വിശ്വാസിയാണ്. അന്നാന്ന് ചോദിച്ചാൽ അഡിക്റ്റ് അല്ല, ദൈവത്തിൽ അഡിക്റ്റ് അല്ല. എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ പിന്നിൽ നിയന്ത്രിക്കാൻ ഒരു ശക്തിയുണ്ട്. അതിനെ ഞാൻ ദൈവം എന്നൊരു പേരിട്ട് വിളിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ ഏതൊരു കാര്യത്തിനും അങ്ങ് ഇതാണ് ദൈവമാണ് എന്ന് തരുന്നതല്ല. എന്നെ നയിക്കുന്ന, എൻ്റെ മുന്നോട്ടുള്ള പാതകളിൽ എനിക്കൊരു ശക്തി തരുന്ന ദൈവം. അതുപോലെ നിങ്ങളോടും പറയുകയാണ്, 90% അധ്വാനവും 10% ദൈവം തരുമെന്ന്. ദൈവം തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ചാൽ കൂടെ ദൈവം ഇനി വന്നേക്കും. അല്ലാതെ ഉടായ്പ നടത്തി അവസാന നിമിഷം കൊണ്ടുവന്ന് ഓട്ടിച്ച് 1-2 മാസം ഫുൾ ടൈം ഇരുന്ന് പഠിച്ചു എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഏത് സമയവും മനസ്സിലൊരു ശക്തി മുന്നോട്ട് നയിക്കും. നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. കാലൊക്കെ കഴുകിയിട്ട് തന്നെ നല്ലവണ്ണം തണുത്ത വെള്ളത്തിൽ കാല് കഴുകിയിട്ടിരുന്നൊക്കെ, പിന്നെ തുറസായ സ്ഥലം പറ്റുവാണെങ്കിൽ തുറസായ ജനലും ഒക്കെ തുറന്നിട്ടിട്ട് തന്നെ കാറ്റും വെളിച്ചം കയറുന്ന രീതിയിലേക്ക്. പിന്നെ ഉറക്കം വരികയാണെങ്കിൽ എണീച്ചങ്ങ് നടന്ന് പഠിക്കുമ്പോഴത്തേക്ക് കുറച്ച് മാറ്റം കിട്ടും. അല്ലെങ്കിൽ വായിച്ച് പഠിക്കുക, പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ എഴുതി പഠിക്കുക. ചിലത് പഠിക്കുമ്പോൾ എഴുതി അപ്പോഴത്തേക്ക് ആ ട്രാക്കിലേക്ക് പറയും. ചിലവർക്ക് ബുക്ക് എടുത്താൽ അപ്പോഴേ അങ്ങ് ഉറക്കം വരുന്നെന്ന് പറയും. സയൻസ് എടുക്കുമ്പോൾ സാറേ എൻ്റെ തലയിലൊന്നും നിൽക്കത്തില്ല, ഞാൻ കട്ടിലോട്ട് കിടക്കും, കട്ടിലിൽ കിടന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോകും. അപ്പോൾ അത്രയും സമയം നഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾ വിചാരിക്കുന്ന ഉറങ്ങി, ശരിയാണ്, പക്ഷേ നിങ്ങളുടെ ആ ഒരു ദിവസത്തെ സമയം നിങ്ങൾക്ക് പോയി. ആ സമയം മറ്റൊരു കുട്ടി അവിടെ 500 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞു, മനസ്സുള്ള കുട്ടിയാണ് പഠിച്ചു തീർത്തത്. അപ്പം നിങ്ങൾ ആ മനസ്സ് കൈവിടരുത്. കാരണം നിങ്ങളെ തടയാൻ വരുന്ന ശക്തികളാണ് ചിലപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, തിരിയുന്നില്ല എന്ന്. പക്ഷേ ഈ പഠിച്ചവരൊക്കെ തന്നെയല്ലേ ഈ ജോലി കയറിയത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കെ. ഈ സയൻസ് പഠിച്ചവരും ഈ കണക്ക് പഠിച്ചവരും ഈ
കറണ്ട് അഫേഴ്സ് പഠിച്ചവരുമല്ലേ. അപ്പം നിങ്ങളുടെ മനസ്സിൽ എൻ്റെ തലയിൽ കയറുന്നില്ല എന്ന് പറഞ്ഞ് പറയാതിരിക്കുക. നിങ്ങളിങ്ങനെ പറയും തോറും നിങ്ങളുടെ ബ്രെയിനിൽ അത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. പഠിക്കുമ്പോഴും സയൻസിലെ വേർഡുകളൊന്നും എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് തിരിഞ്ഞു പോകുന്നു എന്ന് പറയാം. നിങ്ങൾ അതുകൊണ്ട് അത് പറയാതിരിക്കുക. അത് പറയാതെ എനിക്കിത് പഠിച്ചേ പറ്റൂ, ഞാൻ പഠിക്കും എന്ന രീതി പറഞ്ഞു. ഓക്കെ, 1, 2, 3 ദിവസം അടുപ്പിച്ച് ഇങ്ങനെയുള്ള സംഭാഷണം വരുമ്പോൾ മറ്റേ ആ നെഗറ്റീവ് ചിന്താഗതി അങ്ങ് മാറിക്കിട്ടും കേട്ടോ. അതുകൊണ്ട് മനസ്സുകൊണ്ട് മടിക്കരുത്. പിന്നെ എഴുതിയൊക്കെ പഠിക്കുക. ഉറക്കം വരുന്നവർ കാണും, ചിലപ്പോൾ കുറേ നേരം പഠിക്കുമ്പോൾ അങ്ങ് ഉറക്കം വരും സാറേ. ഓക്കെ, എഴുതി പഠിച്ചു. ഓക്കെ, ബുക്ക് നോക്കിയിട്ട് എഴുതി പഠിക്കുക, വായിച്ചും കൂടെ പഠിക്കുക. അപ്പോഴത്തേക്ക് ആ ട്രാക്കിലോട്ട് വരും. പിന്നെ 1 മണിക്കൂർ ഇടവിട്ടൊന്ന് റെസ്റ്റ് ചെയ്യും. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ റെസ്റ്റ് ചെയ്യും. ഇപ്പോൾ രാവിലെ 10 മണിക്ക് ഇരുന്നാൽ 11 മണി വരെ പഠിക്കുക. 11:15 കഴിഞ്ഞ് പഠിച്ചാൽ മതി. പിന്നെ വ്യത്യസ്ത വിഷയങ്ങൾ, ഒരു ദിവസം 4 വിഷയങ്ങളെങ്കിലും പഠിക്കാൻ നോക്കുക. ഒരേ വിഷയം കുത്തിയിരുന്ന് ഇങ്ങനെ പഠിക്കരുത്. രാവിലെ തൊട്ട് ഹിസ്റ്ററി എടുത്ത് 10 മണി തൊട്ട് ഞാൻ 1 മണി വരെ അങ്ങ് ഹിസ്റ്ററി ഇന്നിരിക്കേണ്ട. ഇഷ്ടംപോലെ ദിവസങ്ങളുണ്ടല്ലോ. 10 മണി തൊട്ട് 11 മണി വരെ ഹിസ്റ്ററിയിൽ എത്ര പേജ് വായിക്കും. എന്നിട്ട് അടുത്ത ഒരു ജോഗ്രഫി ഇട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭരണഘടന ഇട്. അങ്ങനെ എടുത്തെടുത്ത് വരുമ്പോൾ ആ പോർഷനും പെട്ടെന്ന് തീരും. നിങ്ങളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ അയ്യോ ഞാൻ ആ ഭരണഘടനയെ പഠിച്ച ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ജോഗ്രഫി പഠിച്ച ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ കേരളത്തിൽ പഠിച്ച ക്വസ്റ്റ്യൻ എന്ന രീതിയിലേക്ക് മാറും. ഇതില്ലാതെ രാവിലെ ഫുള്ള് ഹിസ്റ്ററി, ഉച്ചയ്ക്ക് ഇരുന്ന് ജോഗ്രഫി ഇങ്ങനെ പഠിക്കുമ്പോൾ തീരത്തില്ല, ഒന്നും തീരത്തില്ല. നിങ്ങൾക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കി ഇത്ര തീരണം എന്ന രീതിയിൽ പോയേ. അപ്പോൾ നിങ്ങൾ എന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഒരു സന്തോഷമാണ്. കാരണം പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് വന്നു. ഭരണഘടനയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുന്നു, കേരളത്തിൻ്റെ പ്രക്ഷോഭങ്ങൾ, തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, ഹിസ്റ്ററിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, അതൊക്കെ ഉത്തരങ്ങൾ ചെയ്യാൻ കഴിയും കേട്ടോ. അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കുറേ വർക്കൗട്ട് ചെയ്തേ നിങ്ങൾക്ക് ഒരു 60% ഉറപ്പാണ്. 60% ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞു. ഈ ഒരു 2020-ലും 2023-ലും 2024-ലും 2022-ലും 2010 തൊട്ട് 20 വരെ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ചെയ്താൽ തന്നെ LGSന് പകുതി ആശ്വാസമായി. പിന്നെ സ്കൂൾ ടെസ്റ്റ് കറക്റ്റ് 5ാം ക്ലാസ്സിൽ നിന്നേ ഓർഡറിൽ പഠിക്കണം. 5ാം ക്ലാസ് ഹിസ്റ്ററി എടുക്കുക, 5ാം ക്ലാസ് സയൻസ് എടുക്കുക, 6ാം ക്ലാസ് സോഷ്യൽ സ്റ്റഡീസ് എടുക്കുക, 6ാം ക്ലാസ് അങ്ങനെ തീർത്ത് ഓർഡറിൽ വരിക. അപ്പോഴത്തേക്ക് ആ ട്രാക്കിലേക്ക് വരും. ചിലർ 10ാം ക്ലാസ് കുറച്ചെടുക്കും, ചിലർ 8ാം ക്ലാസ് കുറച്ചെടുക്കും. ഇങ്ങനെ ആകുമ്പോൾ ഒരു അവിയൽ വരുമല്ല, അവിടെ കുറച്ചേ പഠിച്ചോളൂ, ഇവിടെ കറക്റ്റ് പതുക്കെ ആയാലും 8-ലോ 9-ലൊക്കെ ആൾക്കാർ ചിലപ്പം കൂട്ടുകാരന്മാരൊക്കെ പറയും ഒത്തിരി അവിടെ പഠിച്ചു തീർത്തു, അവിടെ പഠിച്ചു തീർത്തു. ഒന്നും നിങ്ങൾ നോക്കരുത്. നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ എഴുതി വെക്കുക. ഈ ടൈം ടേബിൾ ഈ ആഴ്ച ഞാൻ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും തീർക്കും, അതിൻ്റെ സയൻസും തീർത്തു, സോഷ്യൽ ഹിസ്റ്ററി തീർത്തു, അടുത്ത 7ാം ക്ലാസ് ചാപ്റ്റർ വൈസ് വെച്ച് പഠിക്കുന്നു. അങ്ങനെ പോവുക, കറക്റ്റ് ആ ഫ്ലോയിലെത്തും. ആൾക്കാർ പല തരത്തിലല്ലേ PSC, അല്ലാതെ ആ 10ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് 11-ലോട്ടല്ലല്ലോ പോയെ. ഇത് വർഷങ്ങളായി പഠിക്കുന്നവരുമുണ്ട്, കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയവരുമുണ്ട്. അപ്പോൾ നിങ്ങൾ തരംതിരിക്കേണ്ട നിങ്ങളുടെ അനുഭവം എന്താണെന്നാണ്. ഇനി അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇറങ്ങുന്നവനും നാളത്തെ പരീക്ഷ കിട്ടണമെന്ന് ആഗ്രഹിച്ചല്ലേ ഇറങ്ങുന്നത്. അല്ലാതെ വർഷങ്ങളായി പഠിക്കുന്നു, അവന് ജോലി കിട്ടട്ടെ, എനിക്ക് ഒരു വർഷം കൂടെ കഴിഞ്ഞു മതി എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. അപ്പോൾ നോക്കേണ്ടത് എത്രയും പെട്ടെന്ന് ജോലി കിട്ടാനുള്ള അവസരങ്ങൾ നോക്കുക. അല്ലാതെ വർഷങ്ങളായി പഠിക്കുന്നവർ പോട്ടെ, തുടർച്ചയായി പഠിക്കുന്നവർ പോട്ടെ, അല്ലെങ്കിൽ ആദ്യം പഠിക്കുന്ന ഇപ്പം ഞാൻ ഇറങ്ങിയവർക്ക് കിട്ടട്ടെ എന്നൊരു ചിന്താഗതിയില്ല. നിങ്ങൾക്ക് ജോലി കിട്ടണം. നിങ്ങളുടേതാണ് ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്കാണ്. ആ പോസ്റ്റ് നിങ്ങളുടെയാണെന്ന് മനസ്സിൽ കരുതി മുന്നോട്ട് പോവുക. ഞങ്ങളുണ്ട് കൂടെ. എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കും. ഈ വരുന്ന ഏപ്രിൽ 15-ന് LGSൻ്റെ ഒരു ഗോൾഡ് ബാച്ച് ഞാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ കഴിയുന്ന എല്ലാം റിവിഷനും നടത്തി കൊടുക്കും. മോക്ക് ടെസ്റ്റുകളും അതുപോലെ കൺഫ്യൂസിങ് ഫാക്ട്സും ചെറിയ അധ്യായങ്ങളും എല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിച്ച് വരുന്നുണ്ട്. ഈ വരുന്ന ഏപ്രിൽ 15-ന് ഗോൾഡ് ബാച്ചും എൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്താലോ? നമ്മളൊന്ന് നോക്കാം, നിങ്ങൾക്ക് പറ്റുമോ നോക്കാം. ഞാൻ ഓപ്ഷനോടുകൂടി കുറച്ച് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. LGS ക്വസ്റ്റ്യൻ, കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGSന് ചോദിച്ചതും അതിന് മുമ്പ് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം നമുക്ക്. ഒന്നാമത്തെ ചോദ്യം നോക്കേ. കേരളത്തിൽ താഴെ പറയുന്നതിൽ ഭാരതപ്പുഴ ഒഴുകാത്ത ജില്ല ഏത്? ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ നദിയല്ലേ ഭാരതപ്പുഴ? കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണെന്ന് അറിയാം അല്ലേ? പെരിയാർ, ചൂർണി എന്നും പൂർണ്ണ എന്നും ഒക്കെ അറിയപ്പെടുന്നത് പെരിയാറല്ലേ? ആണ്. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ നദി ഭാരതപ്പുഴയാണ്. എന്തുകൊണ്ടാണ് 2ാമത്തെ നദി ഭാരതപ്പുഴ എന്ന് പറയുന്നത്? ഭാരതപ്പുഴയായിരുന്നു 1ാമത് വരേണ്ടത്. പക്ഷേ ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് ബാക്കി ഭാഗമേ കേരളത്തിലുള്ളൂ. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് കയറി വരുന്നത്. തമിഴ്നാട്ടിലെ ആനമലയിൽ
എവിടെയിൽ നിന്നാണ് ഈ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്? അപ്പോൾ ഈ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയായിട്ട് ഭാരതപ്പുഴ പറയുന്നത്. ഈ ഭാരതപ്പുഴ കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്? നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. കിട്ടും, നമുക്ക് സ്വാഭാവികമായിട്ടും കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഏതൊക്കെയാ ജില്ലകൾ? ഒന്ന് തൃശ്ശൂർ. ശരിയാണോ? ഭാരതപ്പുഴ തൃശ്ശൂരുണ്ടോ? ഉണ്ട്. ഏത് പൊട്ടനും നമുക്കറിയാം. എങ്ങനെയാ? കേരള കലാമണ്ഡലം ഭാരതപ്പുഴയുടെ തീരത്തുനിന്നല്ലേ നമ്മൾ പറയാറുള്ളത്. കേരള കലാമണ്ഡലം ഭാരതപ്പുഴയുടെ തീരത്തുനിന്നല്ലേ. അപ്പോൾ 1930 വന്ന കേരള കലാമണ്ഡലം തൃശ്ശൂരാണെന്ന് ഏതൊരാൾക്കും അറിയാം അല്ലേ? കേരള കലാമണ്ഡലം ഭാരതപ്പുഴയുടെ തീരത്ത്. അപ്പോൾ തൃശ്ശൂർ ശരിയായി, ഭാരതപ്പുഴയുണ്ട്. അടുത്ത പാലക്കാട് ജില്ല. ഇതും എങ്ങനെ മനസ്സിലേക്ക് വന്നു? പാലക്കാടും ഭാരതപ്പുഴയുണ്ടെന്ന്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴയിലാണ്. പാലക്കാടല്ലേ ഇവിടെ മലമ്പുഴ അണക്കെട്ട്? കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട് പാലക്കാടല്ലേ? അപ്പോൾ പാലക്കാട് നമുക്ക് കിട്ടി. ഏതാ? ഭാരതപ്പുഴ ഉണ്ട് എന്നറിയാം. അടുത്ത മൂന്നാമത്തെ നോക്ക്, മലപ്പുറത്ത് ഭാരതപ്പുഴ ഉണ്ടോ? ഉണ്ട്. കാരണം എന്താ? മാമാങ്കം നടന്നിരുന്നത് മലപ്പുറത്തല്ലേ? മലപ്പുറം തിരുനാവായ എന്ന് പറയുന്ന സ്ഥലത്തല്ലേ മാമാങ്കം നടന്നിരുന്നത്? മലപ്പുറം തിരുനാവായ എന്ന് പറയുന്ന സ്ഥലത്താണ്. അല്ലെങ്കിൽ തന്നെയും വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പഠിക്കാം. ഈ ഭാരതപ്പുഴ പതിക്കുന്നത് പൊന്നാനിക്കടുത്ത് വെച്ച് അറബിക്കടലില്ല. പൊന്നാനി ഏത് ജില്ലയിലാണ്? മലപ്പുറം. അപ്പോൾ 3 കിട്ടിയില്ലേ? അപ്പോൾ കേരള കലാമണ്ഡലം തൃശ്ശൂർ ഭാരതപ്പുഴ, കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട് പാലക്കാട് ഭാരതപ്പുഴ, മാമാങ്കം നടന്നിരുന്ന തിരുനാവായ എന്ന് പറയുന്ന സ്ഥലം മലപ്പുറത്താണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്ത് പഠിക്കുന്നു? പൊന്നാനിക്കടുത്ത് വെച്ച് അറബിക്കടലിലാണ് ഭാരതപ്പുഴ പതിക്കുന്നത്. അപ്പം ഭാരതപ്പുഴ ഒഴുകാത്ത ജില്ല ഏതാ? എറണാകുളം. അപ്പം 3 ജില്ലകളിൽ ഭാരതപ്പുഴ ഒഴുകുന്നു. ഏതൊക്കെയാണ്? തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം അല്ലേ? കേരള കലാമണ്ഡലം ഏത് വർഷമാണ്? 1930. ആരാണ് കേരള കലാമണ്ഡലം പണി കഴിപ്പിച്ച്? ആരാ? വള്ളത്തോളും മുകുന്ദരാജയും ചേർന്ന് അല്ലേ? വള്ളത്തോളും മുകുന്ദരാജയും ചേർന്നാണ് കേരള കലാമണ്ഡലം പണി കഴിപ്പിച്ചതെന്ന്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാ? മലമ്പുഴ അണക്കെട്ട്. ഏത് ജില്ലയിലാ? കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് 1895 വന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് അല്ലേ? കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് ഏതാണ്? മുല്ലപ്പെരിയാർ അണക്കെട്ട് 1895 വന്നത്. അത് ഇടുക്കി ജില്ലയിലാണ്, മുല്ലപ്പെരിയാറില്ല. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഉത്തരം കിട്ടുമോ നോക്കെ. റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് LGSന് പല പരീക്ഷകളിലും കണ്ടിട്ടുള്ളതാ, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. റഷ്യയുടെ സഹായത്തോടെയാണോ? അല്ല. റഷ്യയുടെ സഹായത്തോടെ വരുന്നത് ഏതാണ്? റൂർക്കേല ഇരുമ്പുരുക്ക് ബിലായി ഇരുമ്പുരുക്ക് നിർമ്മാണശാല, അതുപോലെ ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. ഇത് രണ്ടും റഷ്യയുടെ സഹായത്തോടെ. അപ്പോൾ ഇന്ത്യയിലെ ഫേമസ് ആയ ബിലായി ഇരുമ്പുരുക്ക് നിർമ്മാണശാലയും ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയും ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ? റഷ്യയുടെ സഹായത്തോടെ. ബിലായി എവിടെയാണ്? ബിലായി ഛത്തീസ്ഗഡ്. ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡ് അല്ലേ? അപ്പം റഷ്യ അല്ലെന്ന്. അടുത്ത ബ്രിട്ടന്റെ സഹായത്തോടെയാണോ? ബ്രിട്ടന്റെ സഹായത്തോടെ വന്നത് ദുർഗാപൂർ ഇരുമ്പുരുക്ക് നിർമ്മാണശാല, വെസ്റ്റ് ബംഗാൾ അല്ലേ? പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ്. അത് ബ്രിട്ടന്റെ സഹായത്തോടെയാണ്. അടുത്ത ജർമ്മനിയാണ് ഉത്തരമായിട്ട് വരുന്നത്. ശരിയല്ലേ? റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല എവിടെയാണ്? ജർമ്മനിയിലെ. ഏത് സംസ്ഥാനത്താ? ഒഡീഷ അല്ലേ? ഏത് സംസ്ഥാനത്താ? ഒഡീഷ. ഒന്ന് പറഞ്ഞു നോക്കിയടെ. ബിലായി ഉരുക്ക് നിർമ്മാണശാല ഛത്തീസ്ഗഡ്, റഷ്യ. ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ജാർഖണ്ഡ്, റഷ്യ. അടുത്ത ദുർഗാപൂർ ഇരുമ്പുരുക്ക് നിർമ്മാണശാല പശ്ചിമ ബംഗാൾ, ബ്രിട്ടൻ. അതുപോലെ റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഒഡീഷ, ജർമ്മനി. കിട്ടുമല്ലോ? അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. നല്ലൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിച്ചത്. ഒഡീഷയിലെ റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബ്രാഹ്മിണി നദിയുടെ തീരത്താണെന്നൊക്കെ പറയാറുണ്ട്. ഈ റൂർക്കേല ഇരുമ്പുരുക്ക് ഒഡീഷയിലെ ഒരു നദിയാണ് ബ്രാഹ്മിണി നദി എന്ന് പറയുന്നത്. അത് നല്ലോണം. ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണെന്നറിയാമോ? ഏറ്റവും വലുത് ബൊക്കാറോ. ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ബൊക്കാറോ. 1964 വന്നത് ബൊക്കാറോ എന്ന് പറയാം. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? വിശ്വേശ്വരയ്യ, കർണാടകയിലെ വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, ശ്രദ്ധിച്ചു നോക്കേ. താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി ഏത്? ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടതാ. നമുക്ക് നോക്കാം. ആദ്യത്തേത് താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി സൂററ്റ് വിഭജനം
1907. ശരിയാണോ? ആണ്. മിതവാദികളും തീവ്രവാദികളും രണ്ടായത് അല്ലെ? മിതവാദികളും തീവ്രവാദികളും രണ്ടായ വിഭജനമാണ് സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് 1907. റാഷ് ബിഹാരി ഘോഷ് അല്ലെ? റാഷ് ബിഹാരി ബോസ് എന്ന് പറഞ്ഞ കളയില് റാഷ് ബിഹാരി ഘോഷ് ആണ് ആ സമയത്ത് INCയുടെ പ്രസിഡന്റ്. തെറ്റൊന്നുമില്ല, ശരിയാണ്. അടുത്തത് ജനഗണമന ആദ്യമായിട്ട് പാടിയത് 1911 കൊൽക്കത്ത സമ്മേളനം. ശരിയാണോ? ആണ്. ജനഗണമന ആദ്യമായിട്ട് പാടിയത് 1911 കൊൽക്കത്ത സമ്മേളനം. വന്ദേ മാതരം ആദ്യമായി പാടിയ വർഷം എന്നാണ് 1896 കൊൽക്കത്ത സമ്മേളനം തന്നെ. അപ്പൊ ജനഗണമന ആദ്യമായിട്ട് പാടിയത് 1911 വന്ദേ മാതരം ആദ്യമായി പാടിയത് 1896 അത് ശരിയാണ്. അടുത്ത പൂർണ്ണ സ്വരാജ് 1926. ശരിയാണോ? 29. ശരിയാണോ? ആണ്. ലാഹോർ സമ്മേളനം, ജവഹർലാൽ നെഹ്റു. നമ്മൾ പഠിച്ചിട്ടില്ലേ പൂർണ്ണ സ്വരാജ് പ്രമേയം? ഏത് വർഷമാണ്? 1929 ലാഹോർ സമ്മേളനം. വെറും സ്വരാജ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എന്നാണോ? 1906 കൊൽക്കത്ത സമ്മേളനം. സ്വരാജ് പ്രഖ്യാപനം നടന്നത് 1906 കൊൽക്കത്ത സമ്മേളനവും പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം 1929 ലാഹോർ സമ്മേളനം. അടുത്തൊക്കെ ലക്നൗ ഉടമ്പടി 1932. തെറ്റാ അല്ലെ? 32 തെറ്റല്ലേ? ലക്നൗ എന്താ ലക്നൗ പാക്ട്? മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച ഉടമ്പടി അല്ലെ? ഇവർ ഒന്നിച്ചതാണ് ലക്നൗ ഉടമ്പടി. അത് 1916 16 മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത്. പിരിഞ്ഞത് 7 സൂററ്റ് സ്പ്ലിറ്റ്, 1 16 ഒന്നിച്ചത് 1916. അപ്പൊ ഇവിടെ 32 അല്ല. പക്ഷേ നിങ്ങൾക്ക് 32 ഒരു ചോദ്യമുണ്ട്. ഏതാണെന്നറിയാമോ? പൂന ഉടമ്പടി ഏത് വർഷമെന്ന്. അപ്പൊ ലക്നൗ ഉടമ്പടി 16. അപ്പൊ ഇവിടെ ഇതാണ് തെറ്റ്. അപ്പൊ ലക്നൗ ഉടമ്പടി ഏതാണ്? 16. എന്താ? മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച ആ സമയത്ത് INCയുടെ പ്രസിഡന്റ് അറിയാമോ നിങ്ങൾക്ക്? മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമയത്ത് INCയുടെ പ്രസിഡന്റ് AC മജുംദാർ. കേട്ടോ, AC മജുംദാർ. ഗാന്ധിജി നെഹ്റു ആദ്യമായി കണ്ടുമുട്ടിയത് 16. കോൺഗ്രസും മിതവാദികളും ഒന്നിച്ചത്, കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ചത് 16. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത് 16. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വന്നത് 16. കേട്ടോ, മദൻ മോഹൻ മാളവ്യ സ്ഥാപിച്ച ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലൂടെ അത് വന്നതും 1916. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഓക്കെ. പിന്നെ അപ്പോൾ നമുക്ക് ഇത് ലക്നൗ ഉടമ്പടി തെറ്റാണ്. 32 മറ്റൊരു ഉടമ്പടി പറഞ്ഞ് 32 നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റിയ ഒരു ഉടമ്പടി ഉണ്ട്. ഏതാ? പൂന ഉടമ്പടി അല്ലെ? BR അംബേദ്കറും ഗാന്ധിജിയും തമ്മിൽ നടന്ന ഉടമ്പടി. BR അംബേദ്കറും ഗാന്ധിജിയും തമ്മിൽ നടന്ന ഉടമ്പടി ഏതാണ്? പൂന പാക്ട് 1932. അത് ഇത്രയും കേട്ട്. അപ്പൊ തെറ്റേതാ? D ഓപ്ഷനാണ് തെറ്റെന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ. സൂററ്റ് വിഭജനം 1907. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നോക്കേ. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ആരോഗ്യ ദിനങ്ങളിൽ തെറ്റായി ജോഡി ചെയ്തെന്ന് നമുക്കത് നോക്കാം. ആരോഗ്യ ദിനങ്ങൾ. അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ശരിയാണ്. അൽഷിമേഴ്സ് ദിനം എന്നാണ് സെപ്റ്റംബർ 21. മലേറിയ ദിനം ഏപ്രിൽ 25. കറക്റ്റ് ആണ്. മലേറിയ ദിനം ഏപ്രിൽ 25. ഹീമോഫീലിയ ദിനം ഏപ്രിൽ 14 ഹീമോഫീലിയ ദിനം? തെറ്റാണ്. ഏപ്രിൽ 17 അല്ലേ? ഏപ്രിൽ 17 അല്ലേ ഹീമോഫീലിയ ദിനം? ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. കറക്റ്റ് ആണ്. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. അപ്പം ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഏപ്രിൽ 14 ഒരു ദിനം ഉണ്ട്. നിങ്ങൾക്ക് പറയാമോ ഏപ്രിൽ 14 ഒരു ദിനം? നമ്മുടെ BR അംബേദ്കറുടെ ജന്മദിനമായ ജലദിനം. BR അംബേദ്കറുടെ ജന്മദിനമാണ് നമ്മൾ ജലദിനമായിട്ട് പറയുന്നത്. അത് ഏപ്രിൽ 14 കേട്ടോ. ഏപ്രിൽ 14. ഏപ്രിൽ 17 ഏത് ദിനമാണ്? ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം. രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട വിറ്റാമിൻ കെയുമായി ബന്ധപ്പെട്ടതല്ലേ ഹീമോഫീലിയ? ആണ്. രാജകീയ രോഗമെന്നോ ക്രിസ്മസ് രോഗമെന്നോ അറിയപ്പെടുന്നത് ഹീമോഫീലിയാണ്. ഏപ്രിൽ. പിന്നെ ക്യാൻസർ ദിനം എന്നാണ്. ക്യാൻസർ ദിനം പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു സയൻസ് ദിനം. ഫെബ്രുവരി 4. ക്യാൻസർ ദിനം ഏതാണ്? ഫെബ്രുവരി 4 ക്യാൻസർ ദിനം. വേണമെങ്കിൽ നിങ്ങൾക്ക് തണ്ണീർത്തട ദിനം ചോദിക്കാം. തണ്ണീർത്തട ദിനം അറിയാമോ? ഫെബ്രുവരി 2. തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. അപ്പൊ ക്യാൻസർ ദിനം ഫെബ്രുവരി 4 തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ പ്രമേഹ ദിനം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പ്രമേഹ ദിനം പഠിക്കാൻ എളുപ്പമോ? എങ്ങനെയാണെന്നറിയാമോ? ശിശുദിനവും പ്രമേഹ ദിനവും ഒരു ദിവസമാണ്. ശിശുദിനവും പ്രമേഹ ദിനവും ഒരു ദിവസമാണ്. നവംബർ 14 പ്രമേഹ ദിനം എന്നാണ്? നവംബർ 14 പ്രമേഹ ദിനം. ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അൽഷിമേഴ്സ് ദിനം എന്നാണ്? സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനം. അപ്പോൾ മലേറിയ ദിനം ഏപ്രിൽ 25. ഹീമോഫീലിയ ദിനം ഏപ്രിൽ 14 അല്ല, ഏപ്രിൽ 17. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ഏത്? കാറ്റിൻ്റെ വേഗത LGS ചോദ്യമാണ്. ഫാത്തോമീറ്റർ ആണോ അവിടെ? ഫാത്തോമീറ്റർ അത് സമുദ്രങ്ങളുടെ ആഴം അളക്കുന്നതാ അല്ലേ? സമുദ്രങ്ങളുടെ ആഴം അളക്കുന്ന ഉപകരണം ഏതാണ്? ഫാത്തോമീറ്റർ. സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന ഉപകരണം ഫാത്തോമീറ്റർ. അടുത്ത നോക്കാം, ബൂഫോർട്ട് സ്കെയിൽ എന്താണ്? കാറ്റിന്റെ വേഗതയല്ല, കാറ്റിന്റെ തീവ്രത. കാറ്റിന്റെ തീവ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? കാറ്റിന്റെ തീവ്രത അളക്കുന്ന ഉപകരണം ബൂഫോർട്ട് സ്കെയിൽ. കാറ്റിന്റെ തീവ്രത അളക്കുന്നത് ബൂഫോർട്ട് സ്കെയിൽ. അൾട്ടിമീറ്റർ ശരിയാണോ? അൾട്ടിമീറ്റർ അല്ല, ഉയരം അളക്കുന്ന ഉപകരണമാണ്. നമ്മുടെ ഉയരം അളക്കുന്ന ഉപകരണം ഏതാണ്? ഉയരം അളക്കുന്ന ഉപകരണം അൾട്ടിമീറ്റർ ആണ്. അടുത്ത അനിമോമീറ്റർ ആണ്. ഏതാണ്? കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം. അപ്പൊ കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ്? അനിമോമീറ്റർ. സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന ഉപകരണം ഫാത്തോമീറ്റർ. കാറ്റിന്റെ തീവ്രത അളക്കുന്ന ഉപകരണം ബൂഫോർട്ട് സ്കെയിൽ. ഉയരം അളക്കുന്ന ഉപകരണം അൾട്ടിമീറ്റർ. ഉയരം അളക്കുന്ന ഉപകരണം ഏതാ? അൾട്ടിമീറ്റർ. അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. കാറ്റിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? കാറ്റിനെ കുറിച്ചുള്ള പഠനം അനിമോളജി അല്ലേ? കാറ്റിനെ കുറിച്ചുള്ള പഠനം ഏതാ? അനിമോളജി. നമ്മൾ ഒത്തിരി പ്രാദേശികവാദങ്ങൾ നമ്മൾ ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിനെ വിളിക്കുന്ന പേരെന്താ? ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ. പഠിച്ചിട്ടില്ലേ? ലൂ. ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ വീശുന്ന ഇടിയോട് കൂടിയ പേമാരി ഏതാ പറയുന്നത്? കാൽവൈശാഖി. ഇടിയോട് കൂടിയ പേമാരി ഏതാണ്? കാൽവൈശാഖി. ബംഗാൾ, ബീഹാർ മേഖലകളിൽ വീശുന്ന പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ കാൽവൈശാഖി അഥവാ നോർവെസ്റ്റർ. കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് ആവശ്യമായ കാറ്റ് അറിയാമോ? കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് ആവശ്യമായ കാറ്റ് ചെറി ബ്ലോസം അല്ലേ? കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് ആവശ്യമായ കാറ്റ് ഏതാണ്? ചെറി ബ്ലോസം. കേരള കർണാടക തീരങ്ങളിൽ വീശുന്ന കാറ്റ് ഏതാ? കേരള കർണാടക തീരങ്ങളിൽ വീശുന്ന കാറ്റ് മാംഗോ ഷവർ. മാംഗോ ഷവർ അല്ലേ? അപ്പൊ കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് ചെറി ബ്ലോസം, കേരള കർണാടക തീരങ്ങളിൽ വീശുന്നത് മാംഗോ ഷവർ, ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലോ, ഈ ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലെ ഇടിയോട് കൂടിയ പേമാരി ഏതാ? കാൽവൈശാഖി. കിട്ടുമല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഏതെന്ന് ചോദിച്ചാൽ കാറ്റിനെ കുറിച്ചുള്ള പഠനം ഏതാ? കാറ്റിനെ കുറിച്ചുള്ള പഠനം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് അനിമോളജി എന്നതാണ്. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ, കാറ്റിന്റെ തീവ്രത അളക്കുന്ന ഉപകരണം ബൂഫോർട്ട് സ്കെയിൽ. കിട്ടുമല്ലോ. ഓക്കെ, സെറ്റാണ്. നമുക്ക് നോക്കാം തെറ്റായ ജോഡി കണ്ടെത്തൂ. 1857 വിപ്ലവ നേതാക്കളിൽ തെറ്റായ ജോഡി കണ്ടെത്തൂ. കാൺപൂരിൽ വിപ്ലവ നേതാവ് നാനാ സാഹിബ്. ശരിയാണോ? കാൺപൂരിൽ വിപ്ലവം നയിച്ചത് നാനാ സാഹിബാണ്. ബീഹാറിൽ കൺവർ സിംഗ് ആണ് അല്ലെ? കൺവർ സിംഗ് 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നൊക്കെ അറിയപ്പെടുന്നു അല്ലെ? അടുത്തത് ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ. ശരിയാണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ. ഡൽഹിയിൽ ജനറൽ ഫക്ത് ഖാൻ. ഡൽഹിയിൽ ആരായിരുന്നത്? ജനറൽ ഫക്ത് ഖാൻ എഴുതിയ സ്പെല്ലിംഗ് തെറ്റിപ്പോയതാ. ഡൽഹിയിൽ ആരാണ്? ജനറൽ ഫക്ത് ഖാൻ. ശരിയാണ്. അവിടെ ബഹദൂർ ഷാ സെക്കൻഡും ജനറൽ ഫക്ത് ഖാനുമാണ് ഡൽഹിയിൽ എന്ന് പറയുന്നത്. അപ്പൊ കാൺപൂരിൽ നാനാ സാഹിബ്, ബീഹാറിൽ കൺവർ സിംഗ്, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, ഡൽഹിയിൽ ആരാ? അപ്പൊ 4 തെറ്റുണ്ടോ? ഇല്ല, 4 ശരി തന്നെയാണ് അല്ലേ? എന്നാണ് 1857 വിപ്ലവത്തിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞ്? 1857 മെയ് മാസം 10 അല്ലേ? മെയ് മാസം 10. എവിടെ പൊട്ടിപ്പുറപ്പെട്ടത്? മെയ് മാസം 10 എവിടെ പൊട്ടിപ്പുറപ്പെട്ടെ? ഉത്തർപ്രദേശിലെ മീററ്റ് അല്ലേ? മീററ്റ്. അപ്പൊ ഏറ്റവും കൂടുതൽ പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാ? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത്. കിട്ടുമല്ലോ. അപ്പൊ അത് ഇത്രയും ഒന്നും കൂടെ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യനും എളുപ്പമാണ്. താഴെ പറയുന്ന ശാസ്ത്രീയ കൃഷി രീതികളിൽ തെറ്റായ ജോഡി ഏത്? ഇത് ഒരു LGS ചോദ്യമാണ്, പല പരീക്ഷയ്ക്കും കണ്ടിട്ടുള്ളത്. നോക്കേ, വിറ്റി കൾച്ചർ. മുന്തിരി. ശരിയാണ്. മുന്തിരിയുമായി ബന്ധപ്പെട്ടത് വിറ്റി കൾച്ചർ. ശരിയാണ്. ഇന്ത്യയുടെ മുന്തിരി നഗരം ഏതാണ്? ഇന്ത്യയുടെ മുന്തിരി നഗരം നാസിക് അല്ലേ? ഇന്ത്യയുടെ മുന്തിരി നഗരം ഏതാ? നാസിക് ആണ് ഇന്ത്യയുടെ മുന്തിരി നഗരം. ഇന്ത്യയുടെ ഓറഞ്ച് നഗരം ഏതാണെന്നറിയാമോ? ഓറഞ്ച് നഗരം നാഗ്പൂര്. ഇന്ത്യയുടെ ഓറഞ്ച് നഗരം മഹാരാഷ്ട്രയിലെ നാഗ്പൂരാണ് ഇന്ത്യയുടെ ഓറഞ്ച് നഗരം. ഇന്ത്യയുടെ മാങ്ങാ നഗരം ഏതാണെന്നറിയാമോ? മാമ്പഴ നഗരം സേലമാണ്. ഇന്ത്യയുടെ മാമ്പഴ നഗരം ഏതാ? സേലമാണ്. ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം ഏതാണെന്നറിയാമോ? ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം പർവ്വത ആപ്പിൾ സംസ്ഥാനം. ആപ്പിളും പർവ്വതവും ഒക്കെ ശരിയാ, ഹിമാചൽ പ്രദേശാണ് കേട്ടോ. ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം ഏതാ? ഹിമാചൽ. അപ്പം ഇന്ത്യയുടെ മുന്തിരി നഗരം ഏതാണ്? ഇന്ത്യയുടെ മുന്തിരി നഗരം നാസിക്. ഇന്ത്യയുടെ ഓറഞ്ച് നഗരം ഏതാ? നാഗ്പൂര്. ഇന്ത്യയുടെ മാമ്പഴ നഗരം ഏതാ? സേലം. ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം, ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം എന്നൊക്കെ വിളിക്കുന്ന ഏതാ? ഹിമാചൽ പ്രദേശ്. തിരിച്ചു വരാം. വിറ്റി കൾച്ചർ
ശരിയാണോ? മുന്തിരി കറക്റ്റ് ആണ്. അടുത്ത ഒലേറി കൾച്ചർ പച്ചക്കറി കറക്റ്റ് ആണ്. ഒലേറി കൾച്ചർ എന്തുമായി ബന്ധപ്പെടുന്നു? പച്ചക്കറി കൃഷിയാണ്. വെർമി കൾച്ചർ മണ്ണിര കൃഷിയാണ് കറക്റ്റ് ആണ്. വെർമി കൾച്ചർ മണ്ണിര. സെറി കൾച്ചർ തേനീച്ച ശരിയാണോ? സെറി കൾച്ചർ തേനീച്ചയാണോ? അല്ല അല്ലേ, സെറി കൾച്ചർ അല്ല തേനീച്ച. ഏതാണ്? സെറി കൾച്ചർ പട്ടുനൂൽ പുഴുവാണ്. സെറി കൾച്ചർ ഏതാണ്? പട്ടുനൂൽ പുഴുവാണ് സെറി കൾച്ചർ എന്ന് പറയുന്നത്. തേനീച്ചർ ഏത് പറയാം? തേനീച്ച നിങ്ങൾക്ക് പറയാലോ, ഉത്തരം പറയാലോ. ഏതാ? എപ്പി കൾച്ചർ അല്ലേ. എപ്പി കൾച്ചർ ഏതാണ്? തേനീച്ച. അപ്പൊ എപ്പി കൾച്ചർ തേനീച്ച, സെറി കൾച്ചർ ഏതാ? പട്ടുനൂൽ പുഴു. പിന്നെ ഒരെണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടല്ലോ ഇവിടെ, പിസി കൾച്ചർ എന്താ? പിസി കൾച്ചർ മത്സ്യകൃഷി അല്ലേ. പിസി കൾച്ചർ ഏതാണ്? മത്സ്യകൃഷിയാണ് അല്ലേ. കൂണി കൾച്ചർ എന്താണ്? കൂണി കൾച്ചർ പരീക്ഷയ്ക്ക് ചോദിക്കുമല്ലോ. കൂണി ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ട് ചോദിക്കുന്നേ. മുയൽ വളർത്തൽ അല്ലേ. മുയൽ വളർത്തലാണ് കൂണി കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, കൂണി കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പിസി കൾച്ചർ ഏതായിരുന്നു? പിസി കൾച്ചർ മത്സ്യകൃഷി, കൂണി കൾച്ചർ മുയൽ വളർത്തൽ. അതുപോലെ മഷ്റൂം കൾച്ചർ ഉണ്ട്, വെർമി കൾച്ചർ. വെർമി കൾച്ചർ, മഷ്റൂം കൾച്ചർ കൂൺ വളർത്തൽ. മഷ്റൂം കൾച്ചർ ഏതാ? കൂൺ വളർത്തൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വെർമി കൾച്ചർ മണ്ണിര. പിന്നെ ഈ സിൽവി കൾച്ചർ ചോദിച്ചിട്ടുണ്ട്. സിൽവി കൾച്ചർ വനപരിപാലനം. സിൽവി കൾച്ചർ എന്താണ്? വനപരിപാലനം. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം ഫ്ലോറി കൾച്ചർ പൂന്തോട്ട നിർമ്മാണം. ഫ്ലോറി കൾച്ചർ ഏതാ? പൂന്തോട്ട നിർമ്മാണം. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഫ്ലോറി കൾച്ചർ. വിറ്റി കൾച്ചർ മുന്തിരി, ഒലേറി കൾച്ചർ പച്ചക്കറി, വെർമി കൾച്ചർ മണ്ണിര, സെറി കൾച്ചർ പട്ടുനൂല്, അതുപോലെ എപ്പി കൾച്ചർ തേനീച്ച, പിസി കൾച്ചർ മത്സ്യകൃഷി, കൂണി കൾച്ചർ മുയൽ വളർത്തൽ അല്ലേ. മഷ്റൂം കൾച്ചർ ആണ് കൂൺ വളർത്തൽ നമ്മൾ പഠിച്ചു. ഫ്ലോറി കൾച്ചർ പൂന്തോട്ടം, സിൽവി കൾച്ചർ വനപരിപാലനം. മാരി കൾച്ചർ ചോദിച്ചിട്ടുണ്ട്. മാരി അറിയാമോ? കടൽ വിഭവങ്ങൾ, കടൽ മത്സ്യങ്ങളില്ലേ, മാരി കൾച്ചർ. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏത്? മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലമാണ് കേട്ടോ. പേശി പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത്, പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും മദ്യം ബാധിക്കുന്നതുമായ ഭാഗം ഏതാണ്? സെറിബെല്ലം. പക്ഷേ ഏറ്റവും വലിയ ഭാഗം ഏതാ? സെറിബ്രം. ബുദ്ധി, ചിന്ത, ഭാവന ഇതൊക്കെ സെറിബ്രത്തിലല്ലേ. അതുപോലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സെറിബ്രം അല്ലേ. അപ്പം ബുദ്ധി, ചിന്ത, ഭാവനയൊക്കെ സെറിബ്രമാണ്. പ്രധാന ഭാഗം സെറിബ്രമാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഏതാണ്? സെറിബ്രമാണ്. മദ്യം ബാധിക്കുന്ന ഏതാണ്? സെറിബെല്ലം. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്നത് തലാമസ് ആണ് അല്ലേ. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന ഭാഗം ഏതാ? തലാമസ് ആണ്. അതുപോലെ ഹൈപ്പോ തലാമസ് ഏതായിരുന്നടെ? വിശപ്പ്, ദാഹം, ലൈംഗിക ആസക്തി ഇതൊക്കെ ഏതാണ്? ഹൈപ്പോ തലാമസ്. വിശപ്പ്, ദാഹം, ലൈംഗിക ആസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? ഹൈപ്പോ തലാമസ്. അതുപോലെ ഈ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഏതാണ്? മെഡുല ഓബ്ലോങ്കേറ്റ അല്ലേ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസവുമായി ബന്ധപ്പെട്ട അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? മെഡുല ഓബ്ലോങ്കേറ്റ. ചുമ, ഛർദി ഇതൊക്കെ മെഡുല ഓബ്ലോങ്കേറ്റയാണ്. ചുമ, ഛർദി എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നത് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസവുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം. ഐച്ഛികമല്ല, അനൈച്ഛിക പ്രവർത്തനങ്ങൾ. ഐച്ഛികം ചോദിച്ചാൽ സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഏതാണ്? മെഡുല ഓബ്ലോങ്കേറ്റ. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി അല്ലേ. ഫ്രിനോളജിയാണ് തലച്ചോറിനെ കുറിച്ചുള്ള പഠനം. തലയോടിനെ കുറിച്ചുള്ള പഠനം ക്രേനിയോളജി അഥവാ ക്രാനിയോളജി എന്നൊക്കെ പറയാം കേട്ടോ. ക്രേനിയോളജി അഥവാ ക്രാനിയോളജി എന്ന് നമുക്ക് പറയാം. 1400 ഗ്രാമാണ് ഒരു തലച്ചോറിന്റെ ഭാരം. മസ്തിഷ്കത്തിന്റെ ഭാരം എത്ര എന്ന് ചോദിച്ചാൽ ഓക്കെ. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്ഥലം മെനിഞ്ചസ് ആണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്ഥലം ഏതാണ്? മെനിഞ്ചസ്. അപ്പം വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന എവിടെയാ? തലാമസിലാണ് വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്നത്. വിശപ്പ്, ദാഹം, ലൈംഗിക ആസക്തിയൊക്കെ ഏതിലായിരുന്നത്? അത് ഹൈപ്പോ തലാമസിലാണ്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. അടുത്ത നോക്കെ, ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്ന അനുച്ഛേദത്തിൽ ഉൾപ്പെടാത്തത് ഏത്? സുവർണ ത്രികോണം എന്ന് പറയുമ്പോൾ 3 പേരല്ലയോടെ, 3 പേരാണ് സുവർണ ത്രികോണം. ആരൊക്കെയാണ്? ആർട്ടിക്കിൾ 14 ശരിയാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടന രൂപീകരിക്കുക, ഒത്തുചേരുക, സഞ്ചാര സ്വാതന്ത്ര്യം, എവിടെയും താമസിക്കുക, ഇഷ്ടമുള്ള ജോലി ചെയ്യുക, ഇതല്ലേ മൗലിക സ്വാതന്ത്ര്യം. അത് ആർട്ടിക്കിൾ
19 അതും ശരിയാണ്. ആർട്ടിക്കിൾ 21 അല്ലേ, ജീവനും വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 21. ഇത് മൂന്നും ശരിയല്ലേ? അപ്പൊ ആർട്ടിക്കിൾ 32 എന്തുമായി ബന്ധപ്പെടുന്നു? സുവർണ ത്രികോണമല്ല. ഇത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിളിച്ചതാണ് ആർട്ടിക്കിൾ 32. ഏതാ ഇത്? ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം, ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 14, 19, 21, ആർട്ടിക്കിൾ 14, 19, 21 ഒന്ന് പറഞ്ഞു നോക്കെ. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ഇതിനെ എന്ത് വിളിക്കുന്നു? ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്ന് വിളിക്കുന്നത്. 14 അല്ലെ, 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. 6 എണ്ണമാണ് ഉള്ളത്. അമേരിക്കയിൽ നിന്നാണ് ഇത് കടമെടുത്തത്. ഒന്ന് പറഞ്ഞു നോക്കെ. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങൾ. ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ്. 6 എണ്ണമാണ് ഉള്ളത്. അമേരിക്കയിൽ നിന്നാണ് ഇത് കടമെടുത്തത്. 1931 കറാച്ചി സമ്മേളനത്തിൽ വെച്ച് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇതിനെക്കുറിച്ചുള്ള പ്രമേയം പാസ്സാക്കിയ INC-യുടെ സമ്മേളനം. അപ്പോൾ മൗലികാവകാശ കുറിച്ചുള്ള പ്രമേയം പാസ്സാക്കിയ INC-യുടെ സമ്മേളനം 1931 കറാച്ചി സമ്മേളനം. കിട്ടുമല്ലോ? അപ്പൊ ഓർത്തു വെച്ചിരിക്കുക. 14, 19, 21. ആർട്ടിക്കിൾ 15 എന്താണെന്നറിയാമോ? ജാതി, മതം, ലിംഗം ഇവയുടെ ഇങ്ങനെയുള്ള വിവേചനങ്ങൾ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15 ആണ്. ആർട്ടിക്കിൾ 16 എന്താണെന്നറിയാമോ? ഉദ്യോഗങ്ങളിൽ അവസര സമത്വം. ഉദ്യോഗങ്ങളിൽ അവസര സമത്വം 16. 17 ഏതാണ്? തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവയുമായി ബന്ധപ്പെട്ടത്. 17. 18 എന്താണ്? 18 ബഹുമതികൾ നിർത്തലാക്കൽ. വിദ്യാഭ്യാസ ബഹുമതിയും സൈനിക ബഹുമതി ഒഴിച്ച് ബാക്കി എല്ലാ ബഹുമതികളും നിർത്തലാക്കലാണ് 18 എന്ന് പറയുന്നത്. അപ്പോൾ 15, 16, 17, 18 മനസ്സിലായില്ലേ? അതൊക്കെ ഓർത്തുക. 19 ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക സുവർണ ത്രികോണം. അടുത്ത നോക്കാം. അടുത്തത് താഴെ പറയുന്നതിൽ അൾട്രാ വയലറ്റ് കിരണങ്ങളുടെ ഉപയോഗങ്ങളെല്ലാം. നമുക്ക് ഇൻഫ്രാറെഡ് കിരണമുണ്ട്, അൾട്രാ വയലറ്റ് കിരണങ്ങളുണ്ട് അല്ലേ? അൾട്രാ വയലറ്റ് കിരണങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഉപയോഗങ്ങൾ. കള്ളനോട്ട് തിരിച്ചറിയാൻ, കള്ളനോട്ട് കണ്ടുപിടിക്കാൻ അൾട്രാ വയലറ്റ് കിരണം ഉപയോഗിക്കണം. ശരിയാണ്. അടുത്തത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ. ശരിയാണ്. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ ഏതുപയോഗിക്കുന്നു? അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഉപയോഗിക്കുന്നു. നെയ്യിലെ മായം തിരിച്ചറിയാൻ. ശരിയാണ്. നെയ്യിലെ മായം തിരിച്ചറിയുന്നതും ഏതാണ്? അൾട്രാ വയലറ്റ് കിരണങ്ങളാണ്. ഉപഗ്രഹ നിയന്ത്രണത്തിന് അല്ല. ഉപഗ്രഹ നിയന്ത്രണത്തിന് ആര് വരണം? ഇൻഫ്രാറെഡ് വരണം. ഇൻഫ്രാറെഡ് എവിടേക്കാണ് വരുന്നതെന്ന് പറയാമോ? ഇൻഫ്രാറെഡ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. 1 ഉപഗ്രഹങ്ങളുടെ നിയന്ത്രണം. കേട്ടല്ലോ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. TV റിമോട്ടിൽ ഉപയോഗിക്കുന്നത് ഏതാ? ഇൻഫ്രാറെഡാ. 3-ാമത്തെ ഒരെണ്ണം പറയട്ടെ. വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നത് ഏതാ? ഇൻഫ്രാറെഡ് ആണ്. ഓക്കെ. പിന്നെ നമ്മുടെ സൂര്യനിലെ കിരണം ഏതാണ്? സൂര്യന്റെ താപം. നല്ലൊരു ക്വസ്റ്റ്യൻ. പലരും ഇതിനെ അൾട്രാ വയലറ്റ് എന്ന് വിളിക്കും. ആണോ? സൂര്യന്റെ താപം ഇൻഫ്രാറെഡാ. സൂര്യാഘാതമാണ് അൾട്രാ വയലറ്റ്. തെറ്റിപ്പോരുതേ. സൂര്യാഘാതത്തിന് കാരണം അൾട്രാ വയലറ്റും സൂര്യനിലെ താപകിരണങ്ങൾ ഏതാണ്? ഇൻഫ്രാറെഡുമാണ്. അപ്പോൾ TV റിമോട്ടിൽ ഉപയോഗിക്കുന്നു, ഉപഗ്രഹങ്ങൾ നിയന്ത്രിക്കുന്നു, വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നു. ഇതെല്ലാം ഇൻഫ്രാറെഡാ. അൾട്രാ വയലറ്റിന് എന്തൊക്കെ പറയാടെ? കള്ളനോട്ട് തിരിച്ചറിയാൻ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ, നെയ്യിലെ മായം തിരിച്ചറിയാൻ. ശരീരത്തിൽ വിറ്റാമിൻ D ഉൽപ്പാദിപ്പിക്കുന്ന അൾട്രാ വയലറ്റ് അല്ലേ? സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന അത് വിറ്റാമിൻ D ഉൽപ്പാദിപ്പിക്കുന്നത് സൂര്യാഘാതത്തിന് കാരണം. ഇതൊക്കെ ഏതാണ്? അൾട്രാ വയലറ്റ് ആണ്. ഓക്കെ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അത് ഇത്രയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. ഓക്കെ. ഉത്തരങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ 1-ാം ഘട്ടം ഇവിടെ അവസാനിച്ചു. ഒരു 10 ചോദ്യം എക്സ്പ്ലനേഷൻ വെച്ച് കൂടിപ്പോയോന്ന് അറിഞ്ഞുകൂടാ. എന്നാലും ഓരോരുത്തരും ഇത് റിവിഷനുമായിട്ട് വരണേന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോഴേ നേരത്തെ അങ്ങ് തുടങ്ങിയതാ. കുറേ നല്ലൊരു പാർട്സുമായിട്ട് വീണ്ടും വരാം. ആഗ്രഹമുള്ളവർ വരുന്ന ഏപ്രിൽ 15 എൻ്റെ ക്ലാസ് എൻട്രിയിൽ LGS ഗോൾഡ് ബാച്ച് ആരംഭിക്കുന്നു. ജോയിൻ ചെയ്യുക. ഇല്ലെങ്കിലും ഞാൻ ഇങ്ങനെയുള്ള ക്ലാസ്സുകളായിട്ട് നിങ്ങൾ വിചാരിക്കും അതിൽ മാത്രമേ ഉള്ളൂ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. 2-ലും ഉണ്ട്. പിന്നെ ഗോൾഡിലാകുമ്പോൾ പ്രത്യേക സ്പെഷ്യലായിട്ട് ലൈവ് ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും ഇങ്ങനെയൊക്കെയുള്ള മൊത്തം ടോപ്പിക് അനുസരിച്ച് കവർ ചെയ്യും.
ഓക്കെ, അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ നല്ലൊരു ആത്മവിശ്വാസത്തോടെ മുന്നേറുക. ഞങ്ങളൊക്കെ ഉണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ റിവിഷനുമായിട്ട്. നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നത് വരെ ആ ഒരു സന്തോഷം നിങ്ങൾക്കുണ്ടായിരിക്കണം. ജോലി കിട്ടി അഡ്വൈസുമായിട്ട് സന്തോഷത്തോടെ, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് വന്നു എന്ന സന്തോഷത്തോടെ ആ വാർത്ത കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ആ വാർത്തയായിട്ട് നിങ്ങൾ വരത്തില്ലേ? വരണം, ഞങ്ങളുടെ മുമ്പിലേക്ക് വരണം. ആ ഒരു സന്തോഷ വാർത്ത, നമ്മളൊക്കെ ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ, അഡ്വൈസ് മെമ്മോ ആയിട്ട് നിന്ന് എടുക്കണ്ടേ, ഇതൊക്കെ വരണം അല്ലേ? ആഗ്രഹമില്ലേ? കിട്ടും, കിട്ടിയിരിക്കും ഉറപ്പായിട്ട്. കുറേ നല്ലൊരു രണ്ടാമത്തെ പാർട്ടുമായിട്ട് ഞാൻ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.